സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ നിന്ന് ഒരു നിശ്ചിത തുക എല്ലാ മാസവും വെൽഫെയർ സ്കീം എന്ന് പറഞ്ഞ് പിടിച്ചു വാങ്ങി, ഒരു കാട്ട് കൊള്ളയാണത്. പിടിച്ചു വാങ്ങി, പിടിച്ചു പറി എന്ന് പച്ചയ്ക്ക് പറയാം നമുക്ക്. പിടിച്ചു വാങ്ങി എന്ന് പറഞ്ഞാൽ പോലെ പിടിച്ചു പറിച്ച് മെഡിസെപ്പ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടാക്കി. വളരെ മനോഹരമാണ് മെഡിസെപ്പ് കേട്ടാൽ. പക്ഷേ കാഞ്ഞിരം ഗുരുവിനേക്കാൾ കയ്പാണത്. ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. പെൻഷൻകാർ, ഇനി ഇതിനകത്തുള്ളൊരു തമാശ ഞാൻ പറഞ്ഞുതരാം. വീട്ടിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ ഭാര്യയ്ക്ക് ജോലിയുണ്ട്, ഒരു സ്ത്രീക്ക് കേന്ദ്ര ഗവൺമെൻറ് ജോലിയുണ്ട്, റിട്ടയർ ആയതല്ല, അവർക്ക് ഫാമിലിയിൽ പെൻഷൻ ഈ ഇൻഷുറൻസ് കിട്ടും. അവരെന്തിനാണ് ഭർത്താവിൻ്റെ ഇൻഷുറൻസ് എടുക്കുന്നത്? ഭർത്താവ് ഇവിടുത്തെ ഉദ്യോഗസ്ഥനായിരിക്കും. ഇനി ഭർത്താവ് കേന്ദ്രത്തിൽ ആർമിയിലും മറ്റു സ്ഥലത്തും പട്ടാളത്തിലും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന ഭർത്താവ് കാണും, നേവിയിലും ഒക്കെ ഇരുന്നാണ്. അദ്ദേഹത്തിന് കിട്ടുന്ന ആനുകൂല്യം വൈഫിന് കിട്ടും, കുടുംബത്തിന് കിട്ടും. എന്തിനാണ് അവർ കേരള സർക്കാരിൽ മെഡിസെപ്പ് എടുക്കുന്നത്? ഇനി ഇതിനേക്കാളൊരു തമാശയുണ്ട്. ആർമിയിലും മറ്റ് പല സ്ഥലങ്ങളിലും ചെറിയ പ്രായത്തിൽ 35 വയസ്സിൽ റിട്ടയർ ആവും അവർ, അതുവരെ ജോലിയുള്ളവർ. അത് കഴിഞ്ഞ് പിന്നെ നാട്ടിൽ വന്ന് അവരിവിടെ പല ജോലികളും കിട്ടും. അങ്ങനെ ജോലി കിട്ടി പല സ്കീമുകളിൽ 40 വയസ്സ് വരെയൊക്കെയുള്ള ഒരുപാട് സ്കീമുകളുണ്ട്. പട്ടാളത്തിലൊക്കെ ചെറിയ പ്രായത്തിൽ അവരെ വിടും. അവരുടെ പ്രായമാവുന്ന മുമ്പേ അവരെ, നല്ല വയസ്സാവുന്ന മുമ്പേ അവരെ വിടും. അവരുടെ സർവീസ് നേരത്തെ എടുക്കും, നല്ല വയസ്സാവുന്ന മുമ്പേ അവരെ വിടും. അങ്ങനെയുള്ളവർ സ്റ്റേറ്റിൽ വരുമ്പോൾ അവർക്ക് സെൻട്രലിൻ്റെ ഇൻഷുറൻസ് സ്കീമുണ്ട്, അവർക്ക് നല്ല ഇൻഷുറൻസ് സ്കീമുണ്ട്. അങ്ങനെയുള്ളവരും സ്റ്റേറ്റിലെ സ്കീം എടുക്കണം. ഒരു ഓപ്ഷൻ ഇല്ല. പോട്ടെ, ഓപ്ഷൻ ഇല്ല. ഹോസ്പിറ്റലിലെ ലിസ്റ്റ് എടുത്താൽ ഹോസ്പിറ്റലിലെ ലിസ്റ്റ് ഉണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ലിസ്റ്റ് നോക്കുമ്പോൾ, ലിസ്റ്റ് ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ ലിസ്റ്റ് ഉണ്ട്. ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കാണിച്ച് ബില്ലടയ്ക്കാനായിട്ട് കൗണ്ടറിൽ ചെല്ലുമ്പോൾ കൗണ്ടറാർ പറയും ഈ ഹോസ്പിറ്റലിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ അതില്ല. ഇത്ര പരിതാപകരമാണ്. ഗ്യാസ്ട്രോ എൻട്രോളജിക്ക് ഇവിടെ മെഡിസെപ്പ് ഇല്ല. മെഡിസെപ്പ് ഉണ്ട് ഈ ഹോസ്പിറ്റലിന്, പക്ഷെ ഗ്യാസ്ട്രോ എൻട്രോളജിക്കില്ല, അല്ലെങ്കിൽ കാർഡിയോളജിക്കില്ല, അല്ലെങ്കിൽ ഗൈനക്കോളജിക്കില്ല. അങ്ങനെ വരുന്ന അസുഖങ്ങളാണെങ്കിൽ ഇതെങ്ങനെയാണ് മനുഷ്യനെ ഭ്രാന്താക്കുന്നത്? ആടിനെ പട്ടിയാക്കുന്ന പ്രോജക്റ്റ് അല്ലേ അത്? ഇനി കണ്ണാശുപത്രിയാണ് ഇതിനകത്ത് കൂടുതൽ. അത് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. ഇത് ഉഡായിപ്പ് പദ്ധതിയാണ്, ഇത് ആളുകളെ പൈസ അങ്ങോട്ട് സർക്കാരിലേക്ക് പിടിച്ചു വാങ്ങുന്ന കാട്ടുകൊള്ളയാണെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത്? കേരളീയർക്ക് എല്ലാവർക്കും ഇൻഷുറൻസ് കൊടുക്കണം എന്നുള്ള കൺസെപ്റ്റിൽ തുടങ്ങിയ ഒരു ഇൻഷുറൻസ് പദ്ധതി പിന്തിരിപ്പനാണ്. അതുകൊണ്ട് ധാരാളം ആളുകൾ കേസ് കൊടുക്കുന്നു. മെഡിസെപ്പിൽ നിന്ന് മാറാനായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ കൊണ്ട് കുറച്ച് പേര് കേസ് കൊടുത്തു. അവരെ സർക്കാർ മാറ്റിയും കൊടുത്തു. ഇനി വേറെ തമാശ എന്ന് പറഞ്ഞാൽ കുറച്ച് പേര് ചികിത്സിക്കാൻ പോയിട്ട് ചികിത്സിക്കുന്ന മൊത്തം പൈസ അവർക്ക് കിട്ടത്തില്ല. അങ്ങനെയുള്ളവർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൽ പോയി അങ്ങനെയും കുറേ പൈസ അവർ വാങ്ങുന്നു. ചുരുക്കത്തിൽ ക്യാൻസറും കാർഡിയക് പ്രശ്നവും ലിവറിൻ്റെ പ്രശ്നവും കിഡ്നിയുടെ പ്രശ്നമൊക്കെ ആയി വളരെ വലിയ പ്രശ്നങ്ങളായി ലക്ഷങ്ങൾ ചികിത്സാ ചെലവ് വരുന്ന പാവപ്പെട്ട മനുഷ്യർ ചികിത്സയും കഴിഞ്ഞ് കീമോയും ചെയ്ത് വീട്ടിൽ കിടക്കാൻ പറ്റാതെ ഭാര്യയും ഭർത്താവും പാവപ്പെട്ടവരും വയസ്സായവരുമായിട്ട് ആളുകൾ ഇങ്ങനെ സർക്കാരിൻ്റെ ഒരു ആനുകൂല്യം കിട്ടാൻ വേണ്ടി പിച്ചക്കാരെ പോലെ തെണ്ടി പറക്കി നടക്കേണ്ടുന്ന ഒരു പിന്തിരിപ്പൻ പദ്ധതിയാണ് മെഡിസെപ്പ്. എന്തായാലും വി.ഡി. സതീശൻ മുഖ്യമന്ത്രി അതിനകത്ത് കൈവച്ചിട്ടുണ്ട്. കൃത്യമായി അത് മാറ്റും എന്ന് തന്നെയാണ് കേൾക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും മെഡിസെപ്പ് സമഗ്രമായി പൊളിച്ചെഴുതുമെന്ന് തന്നെയാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. ഇതിനിടയിൽ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള 25 ലക്ഷത്തിൻ്റെ ആരോഗ്യ ഇൻഷുറൻസും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും വരുമ്പോൾ എങ്ങനെയാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ പുതിയ ആരോഗ്യ ഇൻഷുറൻസ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും മെഡിസെപ്പ് ഉഡായിപ്പാണ്, അത് പൊളിച്ചെഴുതുമെന്ന് മുഖ്യമന്ത്രി തന്നെ ഓണപ്പേത് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന് മാറ്റമുണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്.